എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10 മണി ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. 2ാം നിലയുടെ സിറ്റ് ഔട്ടിൽ ഒരു ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്ന 10 മണി ചെടികളാണ് ഇതെല്ലാം. ചെറിയ ഒരു ചട്ടിയാണ്. അതിലേക്ക് മുമ്പ് പ്ലോട്ടിംഗ് മിശ്രിതം നിറച്ച് ഓരോ കഷ്ണം 10 മണി നട്ടതായിരുന്നു. അതിലേക്ക് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, കഞ്ഞിവെള്ളത്തിലേക്ക് പേപ്പർ കട്ട് ചെയ്തിട്ട് 3 ദിവസം വെച്ചേക്കും. അതിന് ശേഷം ആ പേപ്പർ നല്ലപോലെ കുതിർന്നതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ആദ്യം വെച്ച പേപ്പർ എടുത്ത് മാറ്റുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ മീതേക്ക് തന്നെ വെച്ച് കൊടുക്കുകയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേര് ഈ പേപ്പറിരുന്ന് ദ്രവിച്ച് അതിലേക്ക് തന്നെ പിടിച്ചോളും. അതുകൊണ്ട് തന്നെ മണ്ണ് കുറച്ച് അതിലിട്ടിട്ടുള്ളൂ. ഇതിലേക്ക് വേറെ വളമൊന്നും ഇതുവരെ ചെയ്തില്ല. ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് തന്നെ ധാരാളമാണ്. നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്, ആ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിലേക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കഞ്ഞിവെള്ളം വാർത്തെടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് പേപ്പർ കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 3 ദിവസമായിട്ട് പേപ്പർ മുക്കി വെച്ചേക്കുന്നതാണ്. കഞ്ഞിവെള്ളം വല്ലാതെ കട്ടി കൂടുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കഞ്ഞിവെള്ളം ലൂസായിട്ട് തന്നെ ഉണ്ട്. ഈ പാകത്തിന് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചട്ടിയിലുള്ള പേപ്പർ മാറ്റിയിട്ടാണ് അതിലേക്ക് പുതിയത് വെച്ച് കൊടുക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഇതിൽ ഒരു നേരം കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഈ പേപ്പറിൽ തളിക്കുന്നത് തന്നെ ആ പേപ്പറിൽ പിടിച്ച് വേരിൽ എത്തിക്കോളും. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ ചെടി നന്നായിട്ട് തഴച്ച് വളരും. ഇപ്പം പേപ്പർ മാറ്റിയിട്ട് ഞാൻ പുതിയ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. വെയിൽ സമയത്തും മഴ സമയത്തും ഒരുപോലെ ഇത് ഗുണപ്രദം തന്നെയാണ്. ഇപ്പോൾ സിറ്റ് ഔട്ടിലായതുകൊണ്ട് മഴ പെയ്താലും വലിയ നനയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നും വെള്ളം ഒഴിക്കണമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാഴ്ച ടൂറൊക്കെ പോവുകയാണെങ്കിലും പോകുന്ന ദിവസം ഇതുപോലെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴും ചെടി നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും, വാടുകയൊന്നുമില്ല. അതുകൊണ്ട് ഇത് വളരെ ഗുണപ്രദമാണ് ഈ ചെയ്യുന്ന രീതി. ഇതൊരു ചെറിയ ചട്ടിയാണ്, അതിൽ വളർന്ന് നിൽക്കുന്നതാണ്. ഇത് റോഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നത്. താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, വളർന്ന് എല്ലാം നല്ലപോലെ തഴച്ച് വളർന്നിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നും വെള്ളം തളിച്ചില്ലെങ്കിലും ചെടി വാടിപ്പോവുകയൊന്നുമില്ല. 1-2 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.